എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വോട്ടെണ്ണലിന് ഇനിതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ ഒരു അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രവചനം അതിൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പ്രസ്താവന. അതായത് BJP ആണ് അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP ആണ് ഈ തിരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടല്ലോ, അത് വളരെ വളരെ സാങ്കത്യം നിറഞ്ഞതാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയാണ് പറഞ്ഞത്: കേരളത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും അപ്രതീക്ഷിത സീറ്റുകളിൽ അട്ടിമറി വിജയം നേടുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഈ എക്സിറ്റ് പോളുകളിലൊക്കെ പൊതുവെ പറയപ്പെടുന്നത് ഒരു സീറ്റ് മുതൽ ഒരു 5 സീറ്റ് വരെ എന്നാണ് ആദ്യം പുറത്തു വന്ന എക്സിറ്റ് പോൾ. ആദ്യത്തെ ഒരു 10-12 എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും BJP അക്കൗണ്ട് തുറക്കും. അത് 1 സീറ്റാകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 വരെ പോകാം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ടുഡേസ് ചാണക്യ പറയുന്നത് എത്രയാണെന്നറിയോ? BJP ഒരു സാധ്യത അവർ കണക്ക് കൂട്ടുന്നത് 11 സീറ്റ് വരെ പോകാമെന്നാണ്. അതാണ് BJP ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. BJPക്ക് 7 ± 4 എന്നാണ് പറയുന്നത്. 7 - 4 എന്ന് പറയുമ്പോൾ 3 എന്ന് പറഞ്ഞാൽ 3 മുതൽ 7 + 4 എന്ന് പറയുമ്പോൾ 11. അപ്പൊ 3 മുതൽ 11 വരെ സീറ്റുകൾ നേടാം എന്ന് ആരാ പറയുന്നത്? ടുഡേസ് ചാണക്യാണ് പറയുന്നത്. അതേ അവസരത്തിൽ മറ്റൊരു എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് ആണ്. പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് 14 സീറ്റ് വരെ നേടാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 11, 14 എന്നൊക്കെ പറയുന്ന ഒരു സംഖ്യയിലേക്ക് ഉയരുമ്പോൾ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറിന് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്താതിരിക്കാൻ സാധ്യമല്ല. സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളം മാറുകയാണ്. BJP ഒരു അസ്പൃശ്യമായ പാർട്ടി, അങ്ങനെയാണ് നേരത്തെ കരുതിയിരുന്നത്. BJP അങ്ങനെ തൊട്ടുകൂടാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ് എന്ന ഒരു ധാരണ മാറി എന്ന് പറഞ്ഞാൽ CPM-ലുള്ള നല്ല മുഴുത്ത സഖാക്കളായിരുന്നവർ പോലും BJP-യിലേക്ക് വന്ന് ചേരുകയാണ്. CPM-ന്റെ ന്യായീകരണ തൊഴിലാളികളായി തിളങ്ങി നിന്നവർ പോലും BJP-യിൽ വന്ന് ചേരുകയാണ്. അപ്പൊ BJP എന്ന് പറയുന്നത് അങ്ങനെ തൊട്ടുകൂടാത്ത പാർട്ടി എന്ന് പറയുന്ന സംഭവമൊക്കെ പോയി. അത് ഇവിടെ കേരളത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇടത് വലത് മുന്നണികൾ കാലങ്ങളായി ഇവിടെ പ്രചരിപ്പിക്കുന്നത് BJP എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ്. മണിപ്പൂർ കണ്ടില്ലേ, കത്തുന്നത് കണ്ടില്ലേ, അത് മുഴുവൻ BJP ആണ്. ഉത്തരേന്ത്യയിൽ ആകെ മുസ്ലിങ്ങളെ ആകെ തല്ലിക്കൊല്ലുകയാണ്, അത് BJP ആണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു ഭീതി സൃഷ്ടിക്കുക. കാരണം ഇവിടെ അറിയാലോ, കേരളത്തിലെ ഒരു സാമുദായിക സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം BJP-ക്ക് ഇവിടെ ഒരിക്കലും ഭരണത്തിലേറാൻ പറ്റില്ല. BJP-ക്ക് സ്വാഭാവികമായും ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ക്രിസ്ത്യൻ വോട്ടുകൾ വേണം, മുസ്ലിം വോട്ടുകളൊക്കെ വേണം. ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJP ജയിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഭീതി പടർത്തിയിട്ടുണ്ട്. ആ ഭീതി ഇപ്പോൾ ഇതൊന്നും ശരിയല്ല. ഇത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രചരിപ്പിക്കുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണെന്ന് ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഞാൻ കരുതുന്നു BJP-ക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റ് തന്നെയും കിട്ടും എന്നാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അത് 5-ൽ നിന്ന് നേരത്തെ ഈ ടുഡേസ് ചാണക്യ പറഞ്ഞ പോലെ 5-ൽ നിന്ന് ചിലപ്പോൾ 11-ലേക്ക് ഉയരാം. പീപ്പിൾസ് ഇൻസൈറ്റ് പറഞ്ഞ പോലെ ചിലപ്പോൾ 14-ലേക്ക് ഉയരാം. എങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ബാക്കി കാര്യം കൂടി നമുക്ക് നോക്കാം. ശക്തി കേന്ദ്രങ്ങളിൽ വിജയം ഉറപ്പാണ് എന്നും ഇടത് വലത് മുന്നണികളിൽ മടുത്ത ജനം മാറ്റത്തിനായി BJP-ക്ക് വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇത്തവണ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, ഒരു കൂട്ടരൊഴികെ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ അടിമക്കൂട്ടങ്ങൾ, പിണറായി വിജയന്റെ ഭക്തജന സംഘം, ഇവർ മാത്രമാണ് പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, ഉണ്ട് എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഇവർ പുറത്ത് പറയില്ല. അതേ അവസരത്തിൽ ഇവിടെ ഏറ്റവും കഴിഞ്ഞ ഈ കേരളപ്പിറവി മുതൽ ഇങ്ങോട്ടേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു ഭരണവിരുദ്ധ വികാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള എല്ലാ വകുപ്പുകളോടും ജനങ്ങൾക്ക് വെറുപ്പാണ്. ഇതിനെ നയിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് കലിപ്പ്, വെറുപ്പ്, വിദ്വേഷം, ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്ന CPM-കാർ വരെ
CPM-കാർ വരെ. അതാണ് ഏറ്റവും വലിയ രസം. സാധാരണ മറ്റ് പാർട്ടികളിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അത് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാം. പക്ഷെ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാർ പോലും പറയുകയാണ് ഈ മനുഷ്യനെയും വെച്ച് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നയിക്കുക. എനിക്ക് തോന്നുന്നത് CPM ചെയ്ത ഏറ്റവും വലിയ ഒരു വിഡ്ഢിത്തം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കലിപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും വിദ്വേഷമുള്ള ഏറ്റവും വെറുപ്പുള്ള ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നാടുനീളെ വൻ ഹോർഡിങ്ങുകളിൽ എന്താ പറയാ, ഞങ്ങളില്ലെങ്കിൽ കേരളമില്ല എന്നുള്ള തരത്തിലൊരു പ്രചാരണം നടത്തി. ഞാൻ പറഞ്ഞു തുടങ്ങിയത് രാജീവ് ചന്ദ്രശേഖരന്റെ ആത്മവിശ്വാസത്തെ കുറിച്ചാണ് കേട്ടോ. ആ ആത്മവിശ്വാസത്തെ ഒന്നുകൂടി അടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ മുഴുവൻ വോട്ടുകളും BJP-യിലേക്ക് അല്ല പോകുക, അത് UDF-ലേക്കും എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഷെയർ എന്തായാലും UDF-ലേക്ക് തന്നെയാണ് പോകുക. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഈ രാത്രിയിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്, നാളെ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDF തന്നെയാണ് ഏറ്റവും മൃഗീയമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കൂറ്റൻ സ്കോറോടെ ഈ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിജയമാണ് UDF-ന് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. മാത്രവുമല്ല, അതിൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കാൻ പോകുന്നത് BJP-യുടെ ഒരു സീറ്റുകളുടെ എണ്ണം തന്നെയായിരിക്കുമെന്നും ഞാൻ കരുതുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.